നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൂപ്പർ 8-ലെ വമ്പൻ പോരാട്ടത്തിൽ ഇന്ത്യയെ പൂട്ടാൻ സൗത്ത് ആഫ്രിക്കയുടെ മാസ്റ്റർ പ്ലാൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ മറ്റു ടീമുകൾ തുറന്നുകാണിച്ച ഇന്ത്യയുടെ ദൗർബല്യം തന്നെയാണ് എയ്ഡൻ മാർക്രവും സംഘവും നോട്ടമിട്ടിരിക്കുന്നത്. ഇത് മുതലാക്കിയാൽ ഇന്ത്യയെ തീർക്കുക എളുപ്പമായിരിക്കുമെന്നാണ് സൗത്ത് ആഫ്രിക്കയുടെ കണക്കുകൂട്ടൽ. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച നടക്കാനിരിക്കുന്ന പോരാട്ടത്തിന് മുന്നോടിയായി സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ പടയൊരുക്കത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിന് ഇതിനെ അതിജീവിക്കാനാവുമോയെന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. ഈ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ പ്രധാന വീക്ക്നസ് സ്പിന്നർമാരെ നേരിടുന്നതിലുള്ള കഴിവുകേടാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. പ്രത്യേകിച്ചും എതിർ ടീമുകളിലെ ഫിംഗർ സ്പിന്നർമാരാണ് ഇന്ത്യയെ ഏറ്റവുമധികം ബുദ്ധിമുട്ടിക്കുന്നത്. ടീമിലെ ഭൂരിഭാഗം ബാറ്റർമാരും ഇടംകൈയ്യന്മാരാണെന്നത് ഈ വീക്ക്നസ് മുതലാക്കാൻ ടീമുകളെ സഹായിക്കുന്നുമുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച 4 മത്സരങ്ങളിലും ഫിംഗർ സ്പിന്നർമാർ ഇന്ത്യയെ വെള്ളം കുടിപ്പിച്ചിരുന്നു. ആദ്യ മത്സരത്തിൽ യുഎസ്എയുടെ ഹർമീത് സിംഗും മൊഹ്സിനുമായിരുന്നു കുഴപ്പക്കാർ. അതിനുശേഷം നമീബിയൻ ക്യാപ്റ്റൻ ജെറാഡ് ഇറാസ്മസും ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തി. വെറും 20 റൺസിന് 4 വിക്കറ്റുകളാണ് അദ്ദേഹം പിഴുതത്. ചിരവൈരികളുടെ പോരാട്ടത്തിൽ പാകിസ്ഥാന്റെ സ്പിൻ ജോഡികളായ സയീം അയൂബ്, ഉസ്മാൻ താരിഖ് എന്നിവരെ നേരിടാനും ഇന്ത്യൻ താരങ്ങൾ ബുദ്ധിമുട്ടി. അവസാനമായി നെതർലാൻഡ്സിന്റെ ഇന്ത്യൻ വംശജനായ സ്പിന്നർ ആര്യന്ദത്തും ഇന്ത്യയെ ശരിക്കും വട്ടം കറക്കി. ഇനി സൂപ്പർ 8-ൽ സൗത്ത് ആഫ്രിക്കയും ഉന്നം വയ്ക്കുന്നത് ഇന്ത്യയുടെ ഈ വീക്ക്നസ് തന്നെയാണ്. ഇടംകൈയ്യന്മാർക്ക് ആധിപത്യമുള്ള ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ ഓഫ് സ്പിന്നർമാരെ വെച്ച് തളയ്ക്കാനുള്ള പ്ലാനിലാണ് സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രം. ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ സ്ലോ ബൌളിംഗിലൂടെ പൂട്ടാനുള്ള ദൌത്യത്തിന് ചുക്കാൻ പിടിക്കുക മാർക്രം തന്നെയായിരിക്കും. അഗ്രസീവായ ഓപ്പണിംഗ് ബാറ്റർ മാത്രമല്ല, വിക്കറ്റുകൾ എടുക്കാൻ ശേഷിയുള്ള സ്ലോ ബൌളറും കൂടിയാണ് അദ്ദേഹം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിന്നുള്ള സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ പരിശീലന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. മുൻ സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടറും ഇടംകൈയ്യൻ ബാറ്ററുമായ ആൽബി മോർക്കലിനെതിരെ നെറ്റ്സിൽ മാർക്രം ബൌൾ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് വൈറലായിരിക്കുന്നത്. മാർക്രമിനെ കൂടാതെ ഫിനിഷർ കൂടിയായ ട്രിസ്റ്റൻ സ്റ്റബ്സ്, ജോർജ് ലിൻഡെ, കേശവ് മഹാരാജ് എന്നിവരും സ്പിന്നർമാരായി ടീമിലുണ്ട്. ഇതിൽ 2 പേർ ഉറപ്പായും ഇന്ത്യക്കെതിരെ കളിക്കാൻ തന്നെയാണ് സാധ്യത. ഇന്ത്യയുടെ കഴിഞ്ഞ 2 മത്സരങ്ങളിലും എതിർ ടീമിനായി ആദ്യ ഓവർ എറിഞ്ഞത് സ്പിന്നർമാരാണ്. അവർക്ക് വിക്കറ്റുകളും ലഭിച്ചു. പാകിസ്ഥാനു വേണ്ടി ക്യാപ്റ്റൻ സൽമാൻ അലി ആകെയും നെതർലാൻഡ്സിനു വേണ്ടി ആര്യന്ദത്തുമാണ് ബൌൾ ചെയ്തത്. ഇനി സൂപ്പർ 8-ൽ ഇന്ത്യക്കെതിരെ ആദ്യ ഓവർ എറിഞ്ഞേക്കുക മാർക്രമായിരിക്കും. ഇന്ത്യൻ ടീമിലെ ഇടംകൈയ്യൻ ബാറ്റർമാരെ തളയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മാർക്രമിന്റെ ഈ തയ്യാറെടുപ്പെന്ന് വ്യക്തമാണ്. ഇന്ത്യയുടെ ആദ്യ 8 ബാറ്റർമാരെ എടുത്താൽ അതിൽ 6 ഇടംകൈയ്യന്മാരാണ്. അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, ശിവം ദുബെ, റിങ്കു സിംഗ്, അക്ഷർ പട്ടേൽ എന്നിവരാണിത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും മാത്രമേ വലംകൈയ്യന്മാരായുള്ളൂ. അതിനിടെ ഇടകൈയ്യന്മാരുടെ കുത്തക തകർക്കാൻ സഞ്ജു സാംസണിനെ സൂപ്പർ 8-ൽ കളിപ്പിച്ചേക്കുമെന്ന് സൂചനകളുണ്ട്. തിലകിന് പകരമായിരിക്കും അദ്ദേഹം 11-ലെത്തിയേക്കുക. കണക്കുകൾ ദക്ഷിണാഫ്രിക്കയ്ക്കൊപ്പമാണെങ്കിലും കളി നടക്കുന്നത് അഹമ്മദാബാദിലെ നമ്മുടെ സ്വന്തം മണ്ണിലാണ്. മാർക്രമിന്റെ സ്പിൻ തന്ത്രങ്ങളെ സൂര്യകുമാറും ഹാർദിക്കും, ഇനി വന്നാൽ സഞ്ജുവും ചേർന്ന് പഞ്ഞിക്കിടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ന് സഞ്ജു സാംസൺ കളിക്കണോ? ദക്ഷിണാഫ്രിക്കയുടെ ഈ സ്പിൻകെണി ഇന്ത്യ എങ്ങനെ അതിജീവിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ക്രിക്കറ്റ് ലോകത്തെ പുത്തൻ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ബ്രേക്കിംഗ് ന്യൂസുമായി ഉടൻ കാണാം.